യോ വീഡിയോ എന്തോ വീഡിയോ അന്ന് ഉദ്ദേശിച്ച വീഡിയോ അല്ല. ഞാൻ ഇനി ഉദ്ദേശിച്ചത് എന്തോ എനിക്കറിയാം. തേർഡ് ബേബി പ്ലാൻ ഉണ്ടോ? അണ്ണന് അങ്ങനെ ഇനി എങ്ങനെ ഇത് കാഞ്ഞു നോക്കില്ലയോ? ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിന് പറ്റത്തില്ല. 2 ഓപ്പറേഷൻ ആയതുകൊണ്ട്. അണ്ണൻ ഇനി വേറൊരു കല്യാണം കഴിച്ച് പ്ലാൻ ചെയ്യും. അങ്ങനെ വല്ല ആഗ്രഹം? അല്ല, ഞാൻ പറ, എന്നെ നോക്കുന്നു. എന്റെ ഫേവറേറ്റ് കളർ എന്തുവാ? നിന്റെ സാധാരണ എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും? ആൾക്കാർ ഇരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഒരു പേപ്പർ എഴുതി കൊടുത്തു വിട്ടു, സോറി, ഐ ആം സോറി. ഒരു 350 വട്ടം ഒരു പേപ്പറിൽ മൊത്തം ഐ ആം സോറി എഴുതുന്ന ആ ഒരു വലിയ പേപ്പർ മൊത്തം സോറി എഴുതുന്ന സമയം മതിയായിരുന്നു. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ എഴുതായിരുന്നു. സോറി പോലും, സോറി. അതാ തന്ന ലെറ്റർ. സത്യമാണ്. അതുമല്ല, ആരെങ്കിലും ഇച്ചിരി അടുക്കുമ്പോ എല്ലാം അങ്ങ് തുറന്നു പറയും നമ്മുടെ കാര്യം. അതായത് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ. അത് തന്നെ നമുക്ക് വിലയില്ലാതായി പോകുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് അടുപ്പമായി കഴിഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിന് മതി എന്ന്. കേൾക്കത്തില്ല. എത്ര വന്നാലും പഠിക്കത്തില്ല, ഇനിയും പഠിക്കത്തില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ആഴ്ചകൾക്ക് മുമ്പാണ് ഞാനൊരു Q&A ചെയ്താലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഫോട്ടോ ഇട്ടത്. അപ്പോൾ ഇതുവരെയും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനൊരു സാഹചര്യം കിട്ടിയില്ല. ചെയ്താലോ. നാളെ പിന്നെ അണ്ണനും ഫ്രീ ഉള്ള ദിവസം ഇങ്ങനെ പിടിച്ചിരുത്തണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത ഒരു രസവും ഇല്ല. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം വന്ന് ഇന്നലെ ഞാൻ പറഞ്ഞാണേ നാളെ വീഡിയോ ചെയ്യണോ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരുപോലുള്ള ഞാൻ വായിക്കാൻ പറ്റും. ഒരുപോലുള്ള ക്വസ്റ്റ്യന് നമുക്ക് ഓരോരുത്തരെ പേരെടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ വായിക്കാം. നെഗറ്റീവും പോസിറ്റീവും എല്ലാം വായിക്കാം കേട്ടോ. കുഴപ്പമുണ്ടോ? ശരി, അവിടെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കാറ്റ് കിട്ടത്തില്ല. പിന്നെ അതുപോലെ സൗണ്ട് കേൾക്കും. നമുക്ക് മൈക്കില്ല, അതുകൊണ്ടിട്ട് ഓഫ് ചെയ്യാം. ഈ അണ്ണൻ അവിടെ കിടന്ന് ഉറങ്ങിയ പൂജ അതിനെ പിടിച്ച് വെളിയിലാക്കി. വെളിയിൽ നിന്ന് കരഞ്ഞാലേ ഉള്ളൂ. വെളിയിലാക്കിയതൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും റാമ്പ് കടിച്ച് നടക്കുന്നു. അപ്പൊ മുത്തുമണി, നമുക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാണോ അല്ലെന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ താത്താന്റെ ഏജ് പറയുമോ? നിന്റെയാ? 50 വയസ്സുണ്ട്. പിന്നെ 30 വയസ്സായി. അതെ, എനിക്ക് വിഷമമായി ഫ്രണ്ട്സ്. ഞാൻ പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പണ്ടത്തെ 17 ഏരിയ കേട്ടോ. നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് 30 വയസ്സായി. ഏറ്റവും കൂടുതൽ തളർത്തിയ നെഗറ്റീവ് കമൻറ്റ് ഏതാ? അതിപ്പോഴും ആലോചിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ തളർത്തിയ നെഗറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമൻ്റ് ആയിട്ടില്ല മുത്തേ. എനിക്ക് അത്രയും വിഷമമായിട്ട് എടുത്തൊരു കമൻ്റ് ഇല്ല. എല്ലാവർക്കും ചെറിയ വിഷമമുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുള്ളൂ. കാരണം അയ്യോ ഇത് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോസിൽ ചെറിയ എന്തെങ്കിലും ഒരു പാളിച്ചകൾ വരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുക. അതൊക്കെ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ഇടുമ്പോഴത്തേക്കും അവർ തന്നെ അത് പോസിറ്റീവാണെന്ന് പറയും. അങ്ങനെ ആലോചിച്ച് പണ്ടൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ വിഷമിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അതങ്ങ് ശീലമായി. അല്ലാതെ തളർത്തിയ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ലടാ. നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. ഇതിപ്പോ എല്ലാം വെറുത്തൊലിച്ച് പോവല്ലേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മഴയൊക്കെ മാറി ഇപ്പൊ അങ്ങ് വെയിലായി. എനിക്കറിയത്തില്ല എന്താണ്. ഒരു നാടൻ ലഞ്ച് റെസിപ്പി കാണിക്കണം നെക്സ്റ്റ് വ്ളോഗിൽ, മറക്കരുത് ഇൻഷാല്ലാ. പിന്നെ തേർഡ് ബേബി പൊന്നൂസിന്റെയും മോനൂട്ടന്റെയും ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ? വീടിന്റെ പണി എവിടം വരെയായി? അവരെ മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും കമന്റ് ചെയ്യാൻ ഒക്കത്തില്ല. യൂട്യൂബ് കമന്റ് ബോക്സ് ഓഫ് ചെയ്യും. കാരണം ഇപ്പം ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞങ്ങളത് കാണിച്ചില്ല. അവരെ കൂടുതൽ കാണിക്കുന്നെങ്കിൽ ആ വീഡിയോ ഓടത്തുമില്ല. കിഡ്സിന്റെ കാറ്റഗറി ആവത്തില്ല, പക്ഷേ യൂട്യൂബ് കമന്റ് ബോക്സ് ഓഫ് ചെയ്യും. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് വീഡിയോ വലുതായിട്ട് ഓടത്തുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അവരുടേതായിട്ട് കാണിക്കാൻ പറ്റൂല മുത്തേ. പിന്നെ തേർഡ് ബേബി പ്ലാൻ ഉണ്ടോ? അങ്ങനെ
ഇനി എങ്ങനെ ഇത് കാഞ്ഞു പോകത്തില്ലയോ? ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിന് പറ്റത്തില്ല. 2 ഓപ്പറേഷൻ ആയതുകൊണ്ട്. അണ്ണൻ ഇനി വേറൊരു കല്യാണം കഴിച്ച് പ്ലാൻ ചെയ്യും. അങ്ങനെ വല്ല ആഗ്രഹം? അല്ല, ഞങ്ങള് ഡോക്ടറിനെ കൊണ്ടൊന്ന് കാണിച്ചായിരുന്നു. ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി, അങ്ങനെ ഞങ്ങൾ കാണിച്ചു. അപ്പോഴേ ഡോക്ടർ പെണ്ണ് എഴുന്നേറ്റ് ഓടിക്കോ, ഒരു മോളും കൂടെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ തോന്നി. പക്ഷെ ഞങ്ങൾ എന്നിട്ട് ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരു വയ്യായ്മ വന്നപ്പോൾ നമ്മളെ നോക്കിയ ഡോക്ടറിനെ തന്നെ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ തന്നെ ഒന്ന് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറിനെ എഴുന്നേറ്റ് ഓടിക്കോ. അത്രയും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരുന്നു. എനിക്ക് ആലോചിക്കാൻ പോലും നിന്റെ വയറൊക്കെ ഇങ്ങനെ ഇരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഒരാണും പെണ്ണും കിട്ടിയില്ലയോ, റിസ്ക് എടുക്കണ്ട. അണ്ണൻ പേടിയായിരിക്കും ഞാൻ തട്ടിപ്പോകുന്നു. അണ്ണൻ ആ പേടിയൊന്നുമില്ല. അണ്ണൻ ഇങ്ങനെ നോക്കട്ടെ, ഒരു രോമം. ആ പിന്നെ അടുത്തത്, വീട് പണി എവിടം വരെ ആയി? പറഞ്ഞോളൂ. വീട് പണി ഏകദേശം ഞാൻ കാണിക്കാം അടുത്തൊരു വീഡിയോയിൽ വീട് പണി കാണിക്കാം. ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഉടനെ കാണിക്കാം, ഒരു വീഡിയോ എടുക്കാം. യൂട്യൂബ് സാലറി എത്രയാണ്? അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലയോ, നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേര് സാനിഹത്ത്, എൻ്റെ മോൻ്റെ പേര് ഷഹാസ്. നിങ്ങളുടെ വലിയ ഫാനാണ് ഞാനും മോനും. മുത്തുമണീസ് എന്ന വിളി കേൾക്കുമ്പോൾ ഓടി വരും. നിങ്ങളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ലവ് യു ഫാമിലി, ലവ് യു സോ മച്ച്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണും മുത്തേ. കാരണം വെച്ചാൽ ഭൂമി ഉരുണ്ടയല്ലേ. അങ്ങനെ പറയാറില്ലേ, ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണും. എവിടെയെങ്കിലുമൊക്കെ കല്യാണമോ പാലിയാച്ചൊക്കെ വരുമ്പോൾ നമ്മൾ കാണാം. അങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തരെയൊക്കെ കാണുന്നത് കേട്ടോ. ഇത്ത +2 കഴിഞ്ഞ് എന്താണ് പഠിച്ചത്? പറ, എന്നെ നോക്കുന്നു, ഞാനാണെല്ലാം പറയണ്ടേ. +2 കഴിഞ്ഞ് ഞാൻ നേഴ്സിങ്ങിന് പോയി ഫ്രണ്ട്സ്. അതാണ് പഠിച്ചത്. കുട്ടികളുടെ ഫുൾ നെയിം എന്താണ്? അൽഹ ഫാത്തിമ ആദം. വാടക വീട്ടിൽ എന്തിനാ നിൽക്കുന്നത്? എക്കോ കേൾക്കുന്നു കേട്ടോ. എന്തിനാ വീട് പണി നടക്കുന്നുണ്ട്. അണ്ണന്റെയോ ഇത്തായോടെ വീട്ടിൽ നിന്നൂടെ? അതൊക്കെ വലിയ കഥകൾ. അതൊക്കെ വലിയൊരു കഥ. നമ്മളെ നിധി തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് സെർച്ച് മുന്നോട്ടൊന്ന് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും. ഇനി പക്ഷെ അതൊന്നും പറഞ്ഞ ആരെയും വിഷമിപ്പിക്കത്തില്ല അല്ലയോ? കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ പഴയതൊക്കെ പറഞ്ഞ് നമ്മൾ അവരെയും വിഷമിപ്പിക്കണ്ട, നമുക്ക് വിഷമമാവണ്ട. ഇപ്പൊ അതെല്ലാം ഞങ്ങൾ മറന്നല്ലേ. ഇവിടെയും അത്തായമ്മയോ, അപ്പൊ നമ്മള് എല്ലാരും വേണം അവർക്ക് അല്ല. ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട മുത്തുമണി, അതാണ് നല്ലത്. പിന്നെ ന്യൂ ഹോം എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? അത് നമുക്ക് ഇതിൽ പറയാം, നല്ല ത്രില്ലുള്ളൂ. അണ്ണന് ഹോം ടൂറിൽ പറയാൻ ത്രില്ലുള്ളൂ. അത് വീടിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ടേ നോക്കൂ. അതൊക്കെ ഷാദാന്റെ ഇഷ്ടവും ഷാദാന്റെ ഇതുമാണ്. പറയുന്നതും പറയാതിരിക്കുന്നതും കാണിക്കുന്നതും കാണിക്കാതിരിക്കുന്നതും കാരണം ഒരുപാട് പേര് ഞാൻ പറയും അണ്ണെ കാണിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏകദേശം ഒരു കുറച്ച് പണി കഴിയട്ടെ, കാണിക്കാൻ രീതിയിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ അണ്ണനാണ് അവിടെ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നതൊക്കെ. അപ്പം അണ്ണൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞാലും അണ്ണൻ്റെ മനസ്സിലെ ചില വിഷമങ്ങളൊക്കെ കൊണ്ടാണ് ഫുള്ളും കാണിക്കാത്തത്. അപ്പം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു ഇതിലായി കഴിയുമ്പം വീഡിയോ എടുത്ത് ഉടനെ തന്നെ നിങ്ങളെ കാണിക്കും. ഫേവറേറ്റ് ഫുഡ് അണ്ണൻ്റെ പറ. പ്രത്യേകിച്ച് എല്ലാം ഇഷ്ടമാണ്. എന്നാലും പൊറോട്ട, ബീഫ്, പൊറോട്ട, മട്ടൻ കറി, ഇതൊക്കെയാണ് ഷാദാന്റെ ഇഷ്ടം. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും സത്യം പറഞ്ഞാൽ പൊറോട്ട അല്ല കേട്ടോ, പൊറോട്ട. ഇനി അതിന് നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്നത്, നമ്മൾ ഓരോ നാട്ടിലും ഓരോ ഇത് പറയും. അപ്പൊ ഓരോരുത്തർ വന്ന് തിരുത്താൻ വരും. അത് നമ്മുടെ നാട്ടില് സംസാരിച്ച് ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ടാ അങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പൊറോട്ട എന്ന് തന്നെയല്ല, പത്തിരിന്ന് ഞങ്ങൾ പറയാറുണ്ട്. അല്ലേ, മുക്കി പോയി എന്നാ പത്തിരി വാങ്ങിച്ചോണ്ട് വാ എന്നൊക്കെ. ഇത് പത്തിരിയല്ല, ഇത് അരിപ്പത്തിരിയാണ് പത്തിരി എന്ന് പറയുന്നത്, പൊറോട്ടയാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുള്ള ചില സംസാരമാണത് അങ്ങനെ. എപ്പോഴും എല്ലാരും ഇവിടെ പൊറോട്ട എന്ന് പറയുമ്പോൾ തന്നെ അടി വന്ന് കമന്റ് ഇടും, പൊറോട്ടയല്ല പൊറോട്ട. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കൊച്ചിലെ കേട്ട് ശീലിച്ചോണ്ടാണല്ലേ അല്ലേ. കടയിൽ പോകുമ്പോ 10 പൊറോട്ട അങ്ങനെ പറയുന്നത്, അവരും പറയുന്നത് അങ്ങനെയാ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാ. അപ്പോൾ എനിക്ക് ചീനി പുഴുങ്ങിയത്, ചീനി വേവിച്ചത്, പിന്നെ തീയല്, ബിരിയാണി, അതൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അതൊക്കെ ഇഷ്ടമാണ്. നമുക്കിത് ചീനി വേവിച്ചാലോ? ചീനി വേവിച്ചാലോ?
ഈ അണ്ണൻ അത്ര ഇഷ്ടമല്ല. ഇപ്പോഴൊക്കെ പറയുമ്പോൾ ഗ്യാസാന്ന് പറയും കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ, ഷാദാന്റെ ഫേവറേറ്റ് കളർ പറ. എനിക്കോ? ആ പെട്ടെന്ന് പറയണേ, സമയം. റെഡ് ഇഷ്ടമാ. ഓ, പിന്നെ ബ്ലൂ ഇഷ്ടമാ. എൻ്റെ ഫേവറേറ്റ് കളർ എന്തുവാ? നിന്റെ പിങ്ക് ആയിരിക്കും. എൻ്റെ ഫേവറേറ്റ് കളർ സ്കൈ ബ്ലൂ ആണ് ഫ്രണ്ട്സ്. പിന്നെ പിങ്ക് ഇഷ്ടമാണ്, സ്കൈ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ഫോൺ, അണ്ണനെ ഫേവറേറ്റ് ഫോണിനോട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഐഫോൺ ഇതാണ് എന്റെ ഫോൺ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്രയും ഞാൻ സത്യം പറഞ്ഞ 7 വർഷമൊക്കെ ആയിട്ട് ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത്. ഫോണാണ് യൂസ് ചെയ്യുന്നത്. എന്റേത് 6 വർഷമായി കേട്ടോ. വിവോ ആണിത്, അണ്ണന്റെ റിയൽമി. പക്ഷെ എനിക്ക് ഫോണിനോടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് എടുക്കായിരുന്നു. പക്ഷെ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ 5-6 മാസം കൂടുമ്പോ പുതിയ ഫോണൊക്കെ എടുക്കുമ്പോഴേ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. അണ്ണൻ ഗൾഫിക്കുമ്പോ എന്നോട് പറയാം, ഞാൻ വരുമ്പോ ഒരു ഐഫോൺ കൊണ്ടു തരട്ടെ നിനക്ക്. അപ്പൊ ഞാൻ വഴക്ക് പറയും, എന്തിനാണ് പൈസ കളയുന്നത്. അവസാനം വീഡിയോ എടുക്കാൻ നമുക്ക് വേണ്ടി വന്നു. പക്ഷെ എന്നാലും ഇത് ഞങ്ങൾ യൂസ് ചെയ്യത്തില്ല, വീഡിയോ എടുക്കുന്ന ഫോൺ. കാരണം പെട്ടെന്ന് പന്നലായാലും ഒരെണ്ണം മേടിക്കാൻ ഇത്രയും പൈസ ഞങ്ങള് ഫോൺ എടുത്തിട്ട് അവര് ഇതിനകത്ത് കൂടുതൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കയ്യിൽ തറ വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫേവറേറ്റ് വീഡിയോ എന്താ വീഡിയോ? അണ്ണ ഉദ്ദേശിച്ച വീഡിയോ അല്ല, ഞാൻ ഉദ്ദേശിച്ച എന്തോന്ന് എനിക്കറിയാം. അല്ല ചില ഉദ്ദേശിച്ചാലോ. ഫേവറേറ്റ് വീഡിയോ പറ. നമ്മുടെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, നല്ല ഇഷ്ടം തോന്നിയ. അത് നമ്മുടെ മറ്റേ കല്യാണ മാരേജിന്റെ തോന്നല്ലേ? ഓക്കെ. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ? ഞങ്ങൾ തന്നെയാ. എനിക്ക് അവളെ ഇഷ്ടം, അവളെ എന്നെ ഇഷ്ടം. പിന്നെ ഒരുപാട് യൂട്യൂബർമാരെ ഇപ്പൊ ഇനി ഇഷ്ടപ്പെടുന്നില്ല ആരെയും, വലിയ എണ്ണ. പിന്നെ ഇഷ്ടപ്പെട്ടാലും പ്രശ്നമാണ്. യൂസ് ചെയ്ത് നമ്മളുടെ ആഗ്രഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ വെറുതെ കളയും. അതുകൊണ്ട് അതൊക്കെ നിർത്തി, വേണ്ട. നമുക്ക് നമ്മുടെ ഫാമിലി. ഫേവറേറ്റ് പ്ലേസ് നമ്മുടെ നാട് തന്നെ, അങ്ങനെ പറയാം. അതോ ടൂറ് പോകുന്ന എവിടെയെങ്കിലും പ്ലേസ്? എനിക്ക് ഞാൻ പോയത് വെച്ച് നോക്കുമ്പം ഞാൻ അബുദാബി പോയിട്ടുണ്ട്, പിന്നെ ദുബായി പോയിട്ടില്ല. ദുബായ് എന്ന് പറയാം അല്ലേ? എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇവക്ക് ഇവിടെ പുനലൂര്, പേപ്പർമില്ല്. എനിക്ക് താജ്മഹാലിൽ പോകണം ഭയങ്കര ആഗ്രഹം. അത് ഞാൻ ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗുണമണാലി പോകണം. പിന്നെ ഫേവറേറ്റ് ലെറ്റർ, ലവ് ലെറ്റർ. അണ്ണ സാധാരണ എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും? എനിക്ക് ഇങ്ങോട്ടേ തന്നിട്ടുള്ളൂ ആൾക്കാർ ഇരിക്കുന്നു. ഈ എനിക്ക് ഞാനും അണ്ണനും തമ്മിൽ ഇതൊക്കെ വഴക്കിട്ട് ഞാൻ അങ്ങനെ വലിയ മൈൻഡൊക്കെ ചെയ്ത് കുറേ നാൾ നടന്നപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഒരു പേപ്പർ എഴുതി കൊടുത്തു വിട്ടു, സോറി, ഐ ആം സോറി. ഒരു 350 വട്ടം ഒരു പേപ്പറിൽ മൊത്തം ഐ ആം സോറി എഴുതുന്ന ഒരു വലിയ പേപ്പർ മൊത്തം സോറി എഴുതുന്ന സമയം മതിയായിരുന്നു. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ എഴുതായിരുന്നു. സോറി പോലും, സോറി. അതാ തന്ന ലെറ്റർ. പിന്നല്ല ഏജ് 33, 30. അന്തുവണ്ണേന് കൂട്ടാതെ കൂട്ടുമല്ല. ഈ നവംബർ ആകുമ്പോ ബർത്ത്ഡേ വരും. അതെ, ഒരു ഹായ് കൂടി തരണേ ചേച്ചീന്ന്. ഹായ് മുത്തേ, പ്രാർത്ഥന. ഹായ് മുത്തേ. പിന്നെ സോയാബീൻ കറിയുടെ റെസിപ്പി വേണോ? പിന്നെന്താ, ഞാൻ ഇപ്പം സ്കൂളിൽ കൊടുത്തുവിടുന്ന സംഭവങ്ങൾ കഴിഞ്ഞാൽ ഈ അണ്ണൻ അത്ര ഇഷ്ടമല്ല ഈ സോയാബീനൊന്നും. അപ്പം നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന ഒരു ദിവസം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ പിന്നീട് ഉണ്ടാക്കുന്ന ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിന് എണീറ്റ് ഞാൻ ആ ഉറക്കപ്പിച്ചലായിരിക്കും, വീഡിയോയുടെ കാര്യം മറന്നു. അതാണ് വരുന്നത്. ഞാൻ ഇനി ഒരു ദിവസം ഉണ്ടാക്കി വീഡിയോ ഇടാൻ മൊത്തം. ഇത്താടെയും ഇക്കാടെയും ഏജ് പറയുമ്പോൾ പിന്നെ എൻ്റെ സൂപ്പർ പിക്കാണെന്ന് ഞാൻ ഇതിനകത്തിട്ടെ. ചേച്ചി എങ്ങനെയാ ഇപ്പോഴും ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നതെന്ന്? സത്യമാണ്, ഞാൻ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പല ഏടാകൂടങ്ങളിലും ചെന്ന് ചാടുന്നതും പലരെയും വിശ്വസിക്കുന്നതും ഒക്കെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്, അല്ലേ അണ്ണേ?
അതുമല്ല ആരെങ്കിലും ഇച്ചിരി അടുക്കുമ്പോൾ എല്ലാം അങ്ങ് തുറന്നു പറയും. നമ്മുടെ കാര്യം, അതായത് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങ് അറ്റം വരെ. അത് തന്നെ നമുക്ക് വിലയില്ലാതായി പോകുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് അടുപ്പമായി കഴിഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് മതി എന്ന്. കേൾക്കത്തില്ല. എത്ര വന്നാലും പഠിക്കത്തില്ല, ഇനിയും പഠിക്കത്തില്ല. അതെ, അതൊക്കെ എന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്. പിന്നെ സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ ശ്രമിക്കാറുണ്ട്. ബുദ്ധിയില്ലായ്മ മാത്രമല്ല, നമ്മൾ അങ്ങനെ പറയാനും പറ്റത്തില്ല. ബുദ്ധിയില്ലേ മുത്തേ? ബുദ്ധിയുണ്ട്, ആവശ്യത്തിനുണ്ട്. അറിയാവുന്ന പോലെ എനിക്ക് വേറെ ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ അതിന്റെ മനസ്സങ്ങനെയാ, വല്ലാതെ അലച്ചുകൊണ്ടിരിക്കണം. അത് ചിലപ്പോ ചിലവര് മിസ്യൂസ് ചെയ്യും. ആരെയും നമ്മളിപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പെട്ടെന്ന് അടുക്കും, അതാ കാര്യം. പിന്നെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ തന്നെ അങ്ങ് ശ്രമിക്കാറുണ്ട് മുത്തേ. ഞാനിപ്പോൾ ഒരു കാര്യത്തിന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊരു കാര്യം നടന്നില്ലെന്ന് വിചാരിച്ചോ. അപ്പം അണ്ണൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പം ഞാൻ അണ്ണനോട് പറയാം, അണ്ണേ അതിപ്പോൾ കിട്ടിയില്ലെന്ന് ഓർത്ത് നമ്മളത് വിഷമിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല, വിട്ടുകളാം. അങ്ങനെ ഞാൻ കഴിവതും ഉള്ളിലോട്ട് എടുക്കാതെ അങ്ങ് കളയും. പിന്നെ ശ്രമിക്കും ആ ഒരു വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഇപ്പോൾ വേറൊരു വിഷയത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ അത് ആലോചിച്ചുകൊണ്ട് നമുക്ക് സങ്കടം വരും. അങ്ങനെ വേറെ വിഷയങ്ങളിലേക്ക് പോയി ഞാൻ ശ്രമിക്കും സന്തോഷമായിട്ട് ഇരിക്കാൻ. നമ്മൾ തന്നെ ശ്രമിക്കണം. അവിടെ ആരും നമ്മളെ സന്തോഷപ്പെടുത്താൻ ഇക്കില്ലെന്ന് ഇട്ട് നല്ലത്. അല്ല, ഞങ്ങൾ വളർന്നു വന്നത് ഞങ്ങളായിട്ട് തന്നെയാ. ഇപ്പോൾ 9 ലക്ഷം സബ്സ്ക്രൈബർ ആയതൊക്കെ തന്നെ അല്ലയാ. നമ്മൾ ആരെ ആശ്രയിച്ചിട്ടോ ഇതൊന്നുമല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൂടെ നിങ്ങളുള്ളത് കൊണ്ട് കാരണം, അല്ലാതെ വെളിയിൽ നിന്നുള്ള ആരെയും വെച്ച് താങ്ങിയിട്ടൊന്നുമല്ല നമ്മൾ ഇതുവരെ എത്തിയത്. സ്കിൻ കെയർ റൊട്ടീൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്. സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്കതങ്ങ് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മടിയാ ചെയ്യാൻ. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തില്ല. പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാറുണ്ട്. പിന്നെ ഒരു സ്കിൻ ക്രീം ഇടാറുണ്ട്, ഓക്സിജൻ്റെ. അതല്ലാതെ അത് മേക്കപ്പിന് മുമ്പ് ഇടുന്ന, വേറെ ഒന്നും ചെയ്യാറില്ലടാ. ലവ് വീട്ടിൽ അറിഞ്ഞപ്പോൾ 2 വീട്ടുകാരുടെയും റിയാക്ഷൻ എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? എൻ്റെ അമ്മയുടെ ഒരു ഫേസ് എൻ്റെ മുഖത്തുണ്ട്. കാരണം വെച്ചാൽ പിന്നെ ഒരു +2 ഒക്കെ കഴിഞ്ഞ സമയത്ത്, +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കിങ്ങനെ പെൺപിള്ളേരുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറം ഇങ്ങനെ ആലോചനയും കാര്യമൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഇനി അത് സ്കൂൾ ടൈമിൽ തുടങ്ങിയതാണ്. കുറേ നാൾ മറച്ചൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു ആരും അറിയാതിരിക്കണം, അണ്ണൻ ഇങ്ങനെ അമ്മയോടൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഈ അണ്ണൻ എൻ്റെ അമ്മയുടെ നമ്പറിൽ വിളിച്ചു, എനിക്കിതുപോലെ സാലിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ പറയാന്, അതിന് സാലിക്ക് ഇഷ്ടമല്ലല്ലോ എൻ്റെ അമ്മ അടുക്കളയിൽ നിൽക്കട്ടെ, ഞാൻ റൂമിൽ നിന്നിങ്ങനെ ചോദിക്കുവാ. അപ്പം സാലിക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പം ഈ അണ്ണൻ ഫോണിൽ കൂടെ സാലിക്കും എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾ സ്കൂളിൽ. അപ്പം എൻ്റെ അമ്മ കുറച്ചേറെ സൈലൻ്റ് ആയിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ ആ ഒരു അമ്മയുടെ ഫേസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അത്താക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നും വേണ്ടിയാണ്. അണ്ണൻ്റെ വീട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലേ? പിന്നെ ആ പ്രായം എൻ്റെ കൊച്ചു പ്രായമല്ലായിരുന്നു. പഴയ കല്യാണം കഴിക്കണ്ട, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് പോരായിരുന്നു എന്നൊക്കെ ഉള്ള ഇതുള്ളായിരുന്നു. പിന്നെയൊക്കെ നമ്മൾ ഇഷ്ടമാണല്ലോ, അതൊക്കെ നമ്മൾ സമ്മതിപ്പിക്കും. പിന്നെ ഫ്യൂച്ചർ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ്? എന്തുകൊണ്ട് അണ്ണൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പറ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയും വീട് പണി തീരണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആഗ്രഹം. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്, എങ്ങനെയും വീട് പണി കഴിയണം, വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ കിടക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തൊരു ആഗ്രഹം ഉണ്ടാവാം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ സമയം ഓരോ ലക്ഷ്യം കഴിഞ്ഞാലല്ലേ അടുത്തയിലേക്ക് കിടക്കാൻ പറ്റൂടാ. അപ്പൊ അതൊന്നേ അത്രയൊക്കെ ആഗ്രഹിക്കാൻ പാടുള്ളൂ അല്ലേ. ഇനിയുള്ള ജന്മം നിങ്ങൾക്ക് ആരാകാനാണ് താല്പര്യം? അടുത്ത ജന്മമൊക്കെ ആദ്യം ഈ ജന്മം കഴിയട്ടെ, അത് കഴിഞ്ഞില്ലേ അടുത്ത ജന്മം എനിക്കറിയത്തില്ല. ഈ ജന്മത്തിൽ തന്നെ ഉള്ള സമാധാനമൊക്കെ ആയിട്ട് അല്ലേ. അതെ, പടച്ചോൻ ഈ ജന്മത്തിൽ സങ്കടവും വിഷമവും സന്തോഷവും ഒക്കെ തന്നിട്ടുണ്ട്. ചില ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി അടുത്ത ജന്മം എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പിന്നെ മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും സന്തോഷ നിമിഷം, അത്
പൊന്നൂസിന്റെ മോനൂട്ടിന്റെ ഡെലിവറി സമയമാണ് കേട്ടോ. അല്ല ആദ്യം സത്യം പറഞ്ഞാൽ സ്നേഹിച്ച പെണ്ണിനെ കിട്ടുന്ന തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതാണോ അണ്ണന്റെ സന്തോഷം? അത് കഴിഞ്ഞിട്ടില്ലേ മക്കളൊക്കെ? അല്ല 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 എനിക്ക് നമ്മൾക്ക് തന്നെ ആണുങ്ങളെ പോലല്ല ഇവര് കാണാം അങ്ങോട്ട് നീരി ഈ നമ്മൾ ആ ഒരു സന്തോഷമില്ല. അണ്ണേ സന്തോഷമാണ്. ഇത് പറയട്ടെ, കെട്ടുന്നതിന് വേദനയും വിഷമോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യത്തെ മാസം തൊട്ട് ഞാൻ ഛർദിലും ബ്ലഡ് വരെ അണ്ണനറിയാം. ഞാൻ ഓടിപ്പോയി ഛർദിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു. കാരണം തൊണ്ടയൊക്കെ മുറിഞ്ഞ് ബ്ലഡ് വരുമായിരുന്നു. അത്രയും എനിക്ക് പാടായിരുന്നു. രാത്രി ഉറക്കമില്ലാതെ തെങ്ങിൻ്റെ ചോട്ടി ഇരുന്ന് മുതു തടയത്. അത്രയും കഷ്ടപ്പാടും വിഷമവും വയറൊക്കെ ഭയങ്കര വേദന. അങ്ങനെ പൊന്നൂസിന് ആ ഡെലിവറി സമയത്ത് ഓപ്പറേഷനാണ്, സിസേറിയൻ വേദനയെ അനുഭവിച്ച് പിന്നെ സിസേറിയൻ. അപ്പൊ ഇങ്ങനെ ഇവക്ക് ആദ്യം എന്തൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് ഓപ്പറേഷൻ മതി. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു നഴ്സാണ്. നമ്മൾ ലേബർ റൂമിൽ നിൽക്കുന്ന സമയത്ത് ലേബർ റൂമിലാണ് എനിക്ക് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി. അപ്പോൾ ഈ പ്രസവ വേദന കൊണ്ട് ഞാൻ പോട്ടെന്നൊക്കെ ചില ചേച്ചിമാരെ കൈ ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ അള്ളി മാന്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര വേദനയാണ്. അതേസമയം നമ്മൾ ഈ സിസേറിയൻ റൂം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിക്കുമ്പോൾ അവർ സുഖമായിട്ട് ഉറങ്ങുന്നു, ഒന്നും അറിയുന്നില്ല വേദന. അപ്പം ഞാൻ ഈ അണ്ണനോട് ഗൾഫിക്കുമ്പോൾ അണ്ണേ എന്നെ ഒരുപാടിട്ട് വേദനിപ്പിക്കല്ലേ അണ്ണേ, എന്നെ ഓപ്പറേഷൻ ചെയ്യണേ. അതുകൊണ്ട് തന്നെ പടച്ചോൻ എനിക്ക് പ്രസവ വേദനയും അങ്ങ് അറ്റം വരെ തന്ന് ലാസ്റ്റ് ഓപ്പറേഷനും ചെയ്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രസവ വേദന അപ്പോഴത്തെ വേദന ഉള്ളതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഇത് മയക്കം തെളിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ട് അതിന്റെ കാരണം ഇപ്പോഴും നടുവേദനയുണ്ട്. അപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ ആ വേദനയിൽ ഞാൻ ഇങ്ങനെ മരവിച്ച എൻ്റെ മുഖത്ത് ഇങ്ങനെ തട്ടിയിട്ട് പൊന്നൂസിനെ ഇങ്ങനെ കാണിച്ചു തന്നു. ഇതാണ് മോള. അപ്പൊ ഇവിടെ പച്ച കളറായിരുന്നു. ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് അണ്ണ എന്റെ സമയത്ത് അപ്പൊ അതൊരു എനിക്ക് ഭയങ്കര ഒരു ഇപ്പോഴും മായാതെ നിൽക്കുന്നൊരു ചിത്രം, ഒരു പടം അതാണ് ഇങ്ങനെ എടുത്ത്. എന്നിട്ട് എൻ്റെ ഈ കാലി ഇരുത്തി അവളെ ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കണ്ണടഞ്ഞ് ബോധം പോയി. അതെനിക്ക് മായാതെ നിൽക്കുന്ന ഒരു നിമിഷമാണ് കേട്ടോ. മനസ്സിൽ നിന്ന് മായാത്ത വിഷമകരമായ നിമിഷവും ഏതാണ്? അയ്യോ അതൊത്തിരി ഉണ്ട് ഇല്ലോണ്ണേ. ഒരുപാട് കഥകള് പോകണ്ടേ. അത് സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അങ്ങ് വിട്ടളെ. മായാതെ നിൽക്കുന്ന ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ആൻസർ വരും. അണ്ണനെ ആലോചിച്ചിട്ടൊക്കെ വരും. വിഷമകരമായ നിമിഷം ഒത്തിരി ഉണ്ട്. ഒത്തിരി നിമിഷം ഒരുപാടുണ്ട് ജീവിതത്തിൽ. നമുക്ക് സന്തോഷം തന്നിട്ടുണ്ടെങ്കിലും അതിന് മുമ്പ് എനിക്കൊരു വിഷമം ഇപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിനും ആദ്യം തടസ്സമാണ്. പിന്നീട് ആ കാര്യം എനിക്ക് നടക്കും. പക്ഷെ എന്റെ വിഷമങ്ങള് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എല്ലാരെയും ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഞങ്ങൾ ഇത് തീരുമാനിച്ച കാര്യമാണ്. ഇനി വേണ്ടതേ പറയാവൂ, വേണ്ടതേ. കാരണം മറ്റുള്ള ആർക്കും വിഷമാവാൻ പാടില്ല. നമ്മള് കാരണം അവരെന്തിനാ വിഷമിക്കുന്നത്, അത്രേ ഉള്ളൂ. താത്താന്റെ ഫേവറേറ്റ് ആക്ടർ, അതൊരു കാര്യം അറിയോ? ഞങ്ങള് സ്നേഹിക്കുന്ന സമയത്ത് ഇല്ല ഇല്ല പോ, അതിനോട് വിലയില്ല. ഞാൻ പറയിട്ട് മുത്തേ, ഞാൻ പറയട്ടെ എന്റെ ഫേവറേറ്റ് ആക്ടർ. ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയാൻ അണ്ണ എനിക്ക് അല്ലു അർജുനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് ആസിഫ് അലിയെ വേണം, ആസിഫ് അലിയെ ഒന്ന് ഹഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ട്. ദുൽഖർ സൽമാനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫഹദ് ഫാസിലിനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര അടിയുണ്ട്. അപ്പൊ ചെയ്യണം നീ അവന്റെ കൂടെ പോകും, ഞാനെന്താ. അങ്ങനെ എനിക്ക് ഓരോ സിനിമ ഇറങ്ങും ഓരോരുത്തരും. പിന്നെ എന്നാലും മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇവരെല്ലാം ഇഷ്ടമാണ് എനിക്കറിയാം. പിന്നെ ഡ്രീം പ്ലേസ് സൗദി അറേബ്യ. ഡ്രീം പ്ലേസ് സൗദി അറേബ്യയിൽ പോകണം. ഷാജാന്റെ കഫീലിനെ കാണണം, 2 വർത്താനം പറയണം. സത്യം പറഞ്ഞ മക്കയിലും മദീനയിലൊക്കെ പോകണം. അല്ല, എന്നെ രക്ഷപ്പെടുത്തിയ രാജ്യമാണ് സൗദി അറേബ്യ. എന്നും ആ കടപ്പാടും സ്നേഹവും എന്നും ആ രാജ്യത്തിനോടുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഇനിയും പോകണമെന്ന് തന്നെ ആഗ്രഹമുണ്ട് സൗദി അറേബ്യയിലോട്ട്. നിങ്ങളെല്ലാം ദുആ ചെയ്യുന്നേ ഇൻഷാ അല്ലാഹ്. എനിക്ക് ഒന്നും പറയാനില്ല, പക്ഷേ പറയാനുണ്ട് എന്ന്. നിങ്ങളുടെ ഫാമിലി അടിപൊളിയായിട്ട് പോട്ടെ, എന്നും ഈ സന്തോഷം നിലനിർത്തട്ടെ. ആമീൻ.
ഇത്തായെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. വീഡിയോ എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. എന്തെങ്കിലും നമ്മൾ കാണും മുത്തേ. ഞാൻ ഇതുപോലെയാണ് കല്യാണം അവിടെ എവിടെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരെ കാണുന്നത്. പിന്നെ ഫേവറേറ്റ് ഡാൻസ്, ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് ആക്ട്രസ്. ഫേവറേറ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രിയമാനവളെ എന്ന് പറഞ്ഞ സിനിമയിൽ ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂവിൻ അണ്ണൻ വല്ലതും ഉണ്ടോ ഡാൻസ്? എൻ്റെ ഡാൻസ് ഇഷ്ടമില്ല. എൻ്റെ ഡാൻസ് ഒന്നും അണ്ണന് ഇഷ്ടമില്ലേ? നമ്മളിവിടെ കിടന്ന് എന്തെല്ലാം കാണിക്കുന്നു അത് പറ. പിന്നെ ഫേവറേറ്റ് മൂവി അത് തന്നെയാണ് പ്രിയമാനവളെ, മഴവില്ല്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അണ്ണനോ ഫേവറേറ്റ് സിനിമ പെട്ടെന്ന് പറ. സിനിമ പപ്പയുടെ സ്വന്തം അപ്പൂസ്. അപ്പൂസ്. മമ്മൂട്ടിയുടെ പറയും. ആക്ടർ മമ്മൂട്ടി. ആക്ട്രസ് ആരാ? ആക്ടേഴ്സ് അങ്ങനൊന്നും ഇല്ല, അങ്ങനെ എല്ലാരും ഇഷ്ടമാണ്. എനിക്ക് ഉർവശി ഇഷ്ടമാണ്, പാർവതി ഇഷ്ടമാണ്, എനിക്ക് പഴയ സിനിമ കാണാനാണ് ഇഷ്ടം. മോരുകറി റെസിപ്പി ഇടുമോ ഇത്ത പ്ലീസ്? ഉടനെ ഇടാം മുത്തേ. പിന്നെ മോരുകറിയോ? എൻ്റെ ഞാൻ ഗൾഫിൽ ആദ്യം സത്യം പറഞ്ഞാൽ ഒരു വർഷത്തോളം മോരുകറിയും ചോറ് മാത്രമായിരുന്നു വെച്ച്, കാരണം വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ മുട്ട വെച്ചത്. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പറ. വെഡിങ് ആനിവേഴ്സറി പറ. വെഡിങ് ആനിവേഴ്സറി ഏപ്രിൽ 26. പൊന്നൂസിന്റെ മോണ്ടന്റെ ബർത്ത്ഡേ പറ, പെട്ടെന്ന് പറ. പൊന്നൂസ് മോനോട്ടന്റെ ജനുവരി 26, പൊന്നൂസിന്റെ ജനുവരി 27. ഹായ്, ഞാൻ റീസെൻ്റ്ലി ആണ് നിങ്ങളുടെ വീഡിയോസ് റെഗുലറായി കാണാൻ തുടങ്ങിയത്. ദിവസവും ഞാൻ 2 വീഡിയോ ബാക്കിലോട്ട് കാണാറുണ്ട്. ഐ റിയലി അപ്രിഷ്യേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി. യു ആർ സോ ബ്യൂട്ടിഫുൾ. യു ഹാവ് ഗോട്ട് എ വെരി ലവബിൾ ഫാമിലി. കണ്ടിന്യൂ മേക്ക് ദി വീഡിയോ ആൻഡ് ബി ആൻ ഇൻസ്പയറിംഗ് ഫോർ ദയർ. എന്തുവാണേ അവരത്രയും കഷ്ടപ്പെട്ടത് എഴുതി വെച്ചിരുന്നു, നമ്മൾ വായിക്കണ്ടേ? അവർക്കൊരു സന്തോഷം. അത് ഞാൻ വായിച്ചല്ലോ ഇത്താണ്. പിന്നെ 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 യൂട്യൂബർ പൊന്നൂസിൻ്റെ മോണ്ടനെയും ഫേവറേറ്റ് ഫുഡ്. പൊന്നൂസിനെ മോനൂട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ്. മോനൂട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് ദോശ. പൊന്നൂസിന് ചോറാണ് ഇഷ്ടം. ചോറിൻ്റെ കൂടെ കറി ഒന്നും പ്രത്യേകിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ച് കയറി മതി. ഇന്നലെ തന്നെ വന്നപ്പം അമ്മ എനിക്ക് ചോറുണ്ട്, അപ്പം ഞാൻ പറഞ്ഞാൽ ചോറ് തരട്ടെ മോനെ. സാധാരണ അങ്ങനെ വൈകിട്ട് വന്ന് അങ്ങനെ കഴിക്കത്തില്ല, കാരണം വൈകിട്ടാണ് ഈ സ്നാക്സ് കഴിക്കുന്നത്. അപ്പം ഞാൻ ചോറ് കൊടുത്തു. അമ്മ തോരൻ വേണ്ട കേട്ടോ, സാമ്പാർ മതി. സാമ്പാർ മാത്രം ഒഴിച്ചാണ് കഴിച്ചത്. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നൂസ് മോണ്ടന് ഒരു കാര്യങ്ങൾക്ക് നിർബന്ധമില്ല. പുറത്തു പോയി കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാധാരണ മിക്കപ്പോഴും ഞങ്ങൾ വീട്ടിൽ ഇവിടെ ഞാൻ പൊടിയരി കഞ്ഞിയും ചെറുപയറും കൂടി ഇട്ടാണ്. എളുപ്പമാണ്. എനിക്ക് ഒരു യാത്ര കഴിഞ്ഞ് വന്നാലും എന്താണെങ്കിലും ഫുഡിനോട് എനിക്ക് അണ്ണനാണ് ഇഷ്ടമുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു ഇഷ്ടങ്ങളില്ല. ഞാനാണ് ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നത്. ഈ അണ്ണൻ കൊണ്ടുപോകുന്നു, വാങ്ങിച്ചു തരുന്നു, ഞങ്ങൾ കഴിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇന്നത് വേണമെന്നോ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു ഇഷ്ടമില്ല. അതായത് പുറത്തു പോകുന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും സിനിമയ്ക്ക് പോകുന്നതും എല്ലാം എൻ്റെ ഇഷ്ടമാണ്. അതെ, പൊന്നൂസിന് മോനൂട്ടിന് അമ്മ എന്നുള്ള ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഒരു കാര്യത്തിന് നിർബന്ധങ്ങളില്ല. അമ്മ എനിക്ക് ഈ കറി വേണം, അല്ലെങ്കിൽ എനിക്ക് അത് തരുമോ, ഇത് എന്ത് കൊടുക്കുന്നത് കഞ്ഞിയാണ്. എപ്പോൾ കൊടുത്താലും കഞ്ഞിയാണ്. എന്നാൽ കഞ്ഞി വേണ്ടാന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അയ്യോ, അതെന്റെ ഭാഗ്യം. വേറൊരു ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് ബൂസ്റ്റ് ഒക്കെ പച്ചക്ക് അതൊരു ഇഷ്ടമാണ്. ഇന്നലെ ന്യൂട്ടല്ലായും ബ്രെഡും മോനൂടൻ അത് ഇഷ്ടമാണ്. പിന്നെ ന്യൂട്ടലിലേക്ക് 300 സംതിങ് രൂപയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുള്ളൂ. അതൊരു കാര്യമാണ്. പിന്നെ മോനൂട്ടന് ഏത്തയ്ക്ക, മോനൂട്ടന് ഫ്രൂട്ട്സ് ഐറ്റം ഇഷ്ടം. പൊന്നൂസിന് അതുപോലെ ബേക്കറി ഐറ്റം അങ്ങനെയുള്ളതുണ്ട്. ഹസൻ്റെ വീട്ടിൽ പോകാറില്ലേ? എപ്പോഴും പോകാറുണ്ട്. ഇന്നലെ അണ്ണൻ്റെ അക്കയുടെ വീട്ടിൽ പോയി. പക്ഷെ അന്നേരം ഒന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം വീഡിയോ ആയിട്ട് പോകുമ്പം നമുക്കൊരു തയ്യാറെടുപ്പ് ചമ്മൽ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഹസൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അണ്ണൻ്റെ വീട്ടിൽ അത്ത, അമ്മ, പിന്നെ അണ്ണനൊരു പെങ്ങളുണ്ട്, കല്യാണം കഴിച്ചു കൊടുത്ത് 2 മക്കളുണ്ട്. തൊട്ടടുത്ത് ഒരു കടയുണ്ട്, കടയിലാണ് അത്തായി അമ്മയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർ തിരക്കാ. ഹസിൻ്റെ മാമ് ആൻഡ് ഡാഡ് ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? വീടുണ്ട്. അണ്ണൻ്റെ കുടുംബ വീട്ടിൽ അത്ത, അമ്മ ഉണ്ട്. പിന്നെ അണ്ണൻ്റെ അത്ത അണ്ണൻ്റെ പെങ്ങളുടെ കടയിലാണ് നിൽക്കുന്നത്. കട നോക്കുവാണ്. അവർക്കൊരു പലചരക്ക് കടയുണ്ട്. അവരൊക്കെ തിരക്കില്ലാത്ത അവര് രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 9 മണി വരെയാണ് കടയിൽ വരുന്നത്. വാട്ട് ഈസ് യുവർ ഡ്രീം ചേച്ചി? എനിക്ക് അറിയത്തില്ലടാ പറയാൻ. ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഡ്രീം എന്നൊക്കെ വെച്ചാൽ നേരത്തേക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു.
ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ ആദ്യം ഒരു വീഡിയോ ഇടുന്ന സമയത്ത് റീച്ച് ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു എനിക്കിത് റീച്ചാക്കി എടുക്കണം എന്ന്. അതിനുവേണ്ടി ഞാൻ പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങി, കഷ്ടപ്പെടാൻ തുടങ്ങി, എന്തുണ്ടെങ്കിലും വീഡിയോ എടുക്കണം. അങ്ങനെ അത് ഇച്ചിരി റീച്ചാക്കി എടുത്തു, 10 പേരെ അറിയുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഇനി ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമേ അതൊന്നും പറയുന്നില്ല. കാരണം ചിലപ്പോൾ ഒരിക്കൽ നടന്നില്ലെങ്കിലോ അത് വെറുതെ ആയി പോവില്ലേ. നടന്നു കഴിഞ്ഞിട്ട് ഞാനിത് ആഗ്രഹിച്ചു എന്ന് പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതൊക്കെയാണ് മുത്തേ. പിന്നെ പൊന്നൂസ് മോനുടനെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 3. ഇവിടെ പുനലൂർ തന്നെ ഉള്ളൊരു സെൻറ് തോമസ് എന്നുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ പറഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇഷ്ടമില്ല. പിന്നെ ചെറിയ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ. ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ പൊന്നൂസ് എവിടെ ചെന്നാലും എടുക്കുന്നൊരു കളറ് പിങ്കാണ്. ഇല്ലയോണ്ടേ ഒരു ഡ്രസ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങാൻ പോയി അവൾ ബാഗ് തന്നെ ശ്രദ്ധിച്ചാൽ മതി, പിങ്കാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിങ്ക് കളറാണ്. ഈ ഡാർക്ക് കളറിനോടാണ്. യെല്ലോ കളറാണ് ഞാൻ പൊന്നൂസിന് ചേരുന്ന ഡ്രസ്സ്. മഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ബൈക്കും സ്കൂട്ടിയൊക്കെ എടുക്കുമ്പോഴേ അതാണ് പൊതുവെ മഞ്ഞ, ആകാശ നീല ഇങ്ങനെയുള്ള കളറാണ് എടുക്കാറ്, പിങ്ക്. പിന്നെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡ്രസ്സ് കളക്ഷൻ കാണിക്കാമോ? ഒരു ദിവസം കാണിക്കാം. പിന്നെ അതുമല്ല, ഞാൻ ഇതെല്ലാം എടുത്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം ഇതൊക്കെ മടക്കി വെക്കണ്ടേ? ആര് മടക്കി വെക്കും? അതാ എന്റെ വിഷമം. ആര് മടക്കി വെള്ളം കുറഞ്ഞിട്ട് ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏത് കാലം എനിക്കറിയത്തില്ല. പക്ഷേ ഇത് മടക്കി വെക്കാനുള്ള പാടുകൊണ്ടാണ് കാണിക്കാത്ത മുത്തേ. പിന്നെ പൊന്നൂസിന്റെ മോനോടെ പേര് കുറെ ചോദിക്കുന്നത്. വേറൊരു മോള് അതിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇതിനകത്ത് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് വീഡിയോ എടുക്കൊണ്ട് കണ്ടാ മതി. അതല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലവ് സ്റ്റോറി ലിങ്ക് കമന്റ് ഇത് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മണിക്കൂർ അതാവുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണ്ട. അതിലിങ്ങനെ ടച്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കാം. ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഇടാം മുത്തേ, ഇടാം, എല്ലാം ഇടാം. ഇത് അസുഖമാണോ? നിങ്ങളെ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, ബട്ട് ഇപ്പോൾ എന്താ എന്നറിയില്ല, ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു മുത്തേ, ലവ് യു. അതങ്ങനെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാഴ്ചയിൽ ഒരാളെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ അവരെ കണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അവരെ കുറേ വട്ടം നമ്മളെ കാണുമ്പോഴും ഒരു ഇഷ്ടം തോന്നും. അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തരോടും അറ്റാച്ച്മെന്റ് തോന്നുന്നത്. അതുപോലെ എന്നെയും കണ്ടുകൊണ്ട് ഇഷ്ടമായി കാണും. ഒരു നേഴ്സാണെന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് മിക്ക ദിവസവും അൺഹെൽത്തി ഫുഡ് കൊടുക്കുന്നത്? ഐ മീൻ പുറത്തുള്ള ഫുഡ്സ്. മുത്തുമണി, ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയാണ് പുറത്തു പോകുന്നത്. ആഴ്ചയിൽ 4 ദിവസം പുറത്തു പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു വെക്കുന്ന വീഡിയോസ് ചിലപ്പം ഈ വീഡിയോ ഇല്ലാത്ത സമയത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന വീഡിയോസുകളാണ്. നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ വീഡിയോ കാണണമെന്നില്ല എല്ലാ ദിവസവും. അതിലും ചില ദിവസങ്ങളിൽ എനിക്ക് നമുക്കിപ്പോൾ പീരീഡ്സ് വരുന്ന ദിവസമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പോസിറ്റീവ് എനർജിയോടുകൂടി എണീക്കണമെന്നില്ല. ചിലപ്പോൾ നെഗറ്റിവിറ്റി ആയിരിക്കാം. അങ്ങനെ എണീക്കുന്ന ദിവസങ്ങളിൽ എനിക്കൊരു മൂഡ് കാണത്തില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ദോശയായാലും കറിയായാലും തട്ടിക്കൂട്ടി കൊടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ഇടാറില്ല. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇടാത്ത ദിവസങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഇല്ലെങ്കിൽ വേറെ ഒരു കാര്യമുണ്ട്, എന്ന് കരുതി എടുത്തു വെക്കുന്ന വീഡിയോസ് ആണ് അത്. ചിലപ്പം നമ്മൾ വീട്ടില് മേടിച്ചോണ്ട് നമ്മള് ഹെൽത്തി ഫുഡായിട്ട് നമ്മൾ മേടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഹെൽത്തി ഫുഡായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എവിടെ കിട്ടുന്ന ഹെൽത്തി ഫുഡ്? അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വെച്ചുണ്ടാക്കുന്ന വെച്ചാൽ നട്ട് അല്ലയാ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായാലേ ഹെൽത്തി ഫുഡ് കിട്ടൂ. ഇപ്പൊ കപ്പയായാലും ചക്കയായാലും മാങ്ങയായാലും നമ്മുടെ വീട്ടിലാണെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് നട്ട് വളർത്തി ഉണ്ടാക്കി തിന്നാനേ നമുക്ക് ഹെൽത്തി ഫുഡ് കിട്ടും. ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് മലക്കറി മേടിച്ച് 100 രൂപയ്ക്ക് മലക്കറി മേടിച്ചാൽ ഈ മലക്കറി കടയിൽ നിന്ന് കിട്ടുന്ന സാധനം നല്ല സാധനമാണോ? അല്ല, എല്ലാം കണക്കാ. പറയുകയാണെങ്കിൽ ഒന്നും ഹെൽത്തി ഫുഡായിട്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നേ ഇല്ല. നമ്മളെല്ലാം കഴിക്കുന്നത് വിഷമാണ്. പിന്നെ ഹലോ ഇത്ത
അനീത എന്ന് പറയുന്ന കുഞ്ഞിട്ടേക്കോ. ഹലോ ഇത്ത, എൻ്റെ ഇത്താൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ് തോന്നുന്നത്. എൻ്റെ അമ്മയും ഇങ്ങനെയാണ്. പിന്നെ ചേച്ചി സുന്ദരിയാണ്, മക്കളും അടിപൊളിയാണ്, ഡാൻസ് അടിപൊളിയാണ്. പിന്നെ ചോദിച്ചേക്കുന്നത് ഫുഡ് ഫേവറേറ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഇത്ത എന്തായാലും ഇത് വായിക്കണം, എനിക്കൊരു ഹായ് തരണം. അനിത മോളെ ലവ് യു സോ മച്ച്. പിന്നെ എന്താ പറയാ, ഒരേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മോണ്ടന്റെ മുന്നിസിന്റെ വയസ്സ്, ഞങ്ങളുടെ പ്രായം, അതൊക്കെ ഞാനിങ്ങനെ മാറ്റുവാണ് കേട്ടോ. അതൊക്കെ ഇന്റർവ്യൂ എന്താ ഇടാത്തത്, പെട്ടെന്ന് ഇടണേ. പിന്നെ വീട് പണി എന്തോ ആയി, യൂട്യൂബ് ഇൻകം പറയുമോ, നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും, ഗോഡ് ബ്ലെസ് യു, മൈ ഫേവറേറ്റ് യൂട്യൂബർ. ഇന്റർവ്യൂ ആദ്യത്തത് ഇട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവര് ഇട്ടിട്ടത് പ്രൈവറ്റ് ആക്കി, നമ്മളത് മൈൻഡ് അവരെന്ന് വെച്ചാൽ ഒരു എന്താ പറയാനാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് തന്നെ. സത്യം പറഞ്ഞാൽ ആ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു ക്ലാരിറ്റിയും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് പോയി ദിവസങ്ങൾ 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തോ കാരണം നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നത് 1.5 മാസം കഴിഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞായിരിക്കും കാണാതിരിക്കുന്നത്. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് ആര് കാണും? ആരും കാണത്തില്ല. അപ്പം അവരെ സൗകര്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഓടും. പിന്നെ 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 താത്ത കാക്കാനെ കുറിച്ച് 4 വരി പാടാമോ? പാടാനാ? ഈ കാക്കയെ പറ്റി ഞാൻ എന്താ പാടാ? അവള് പാടും അല്ല, നീയില്ലെങ്കിൽ ഇന്ന ജന്മം. പിന്നെ താടി ഞാൻ പാടുന്നില്ല ഫ്രണ്ട്സ്, കാരണം അണ്ണൻ അതിന് യോജിക്കുന്നില്ല. അണ്ണന് എൻ്റെ പാട്ട് കേൾക്കാനുള്ള യോഗ്യതയില്ല. അപ്പോൾ അത് തന്നെ, അതാ ഞാൻ പാടാറ്. പിന്നെ പുതിയ വീടിന് ലോണുണ്ടോ? ഇതുവരെയും പഠിച്ചോ സഹായിച്ച് കടങ്ങളും ലോണുകളും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് പെതുക്കെ ചെയ്യുന്നത്. വസ്തു മേടിച്ച് വീട് പണി തുടങ്ങി 2 വർഷമായി. നമ്മളതുകൊണ്ട് പെതുക്കെ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത്. അതെ. മക്കളുടെ സ്കൂൾ ഫീസ് എത്രയാണ് പറയണേ? സ്കൂൾ ഫീസ് എത്ര പറഞ്ഞോ? 2 പേർക്കും കൂടെ 4000 സംതിങ്, 4400 അങ്ങോട്ട് അല്ലേ? 4000 സംതിങ് 2 പേർ കൂടെ. പൊന്നുസു മോണ്ടന് മാസം ഒരുപോലെ തന്നെ 2000 സംതിങ് ആണ് ഒരാൾക്ക്. ഓരോ മാസം കൂടും തോറും കൂടി വരുവാ. താത്താന്റെ വീട് എവിടെയാണ്? ഞങ്ങളുടെ 2 പേരുടെയും വീട് കൊല്ലം പുനലൂരാണ്. പിന്നെ താത്താന്റെ റിയൽ നെയിം സാലിഹ ഷാജഹാൻ. താത്താന്റെ ബിഗ് ഫാനാണ് ഞാൻ. ആന്നോടാ മുത്തേ, ഒരു ആൺകുഞ്ഞാട്ടോ. ഫോട്ടോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു സിമ്പിൾ കൊടുത്തേക്കട്ടെ, അവന് വിഷമം വന്നാലും. പിന്നെ പിന്നെ ഇത്താന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഞാൻ. ഇത്താക്ക് ഇരട്ടപ്പേര് അറിയാമോ? ഇരട്ടപ്പേരോ? ആരാ? എന്റെ? ഓ, അങ്ങനെ പേര് ഇരട്ടപ്പേരൊന്നുമില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോരുത്തരെ വിളിക്കും. ഞാൻ ചുമ്മാ കോന്തി എന്നൊക്കെ വിളിക്കും. എല്ലാം വിളിക്കും. അയ്യോ, ഇവിടെ ഞാൻ ഇന്ന് അണ്ണനോട് പറഞ്ഞേ, നമുക്ക് നമ്മുടെ ഇവിടെ ഒരു ക്യാമറ വെക്കാം. കാരണം വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് നോക്കണം അതിനകത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന്. ഭയങ്കര വിറ്റുകളാണ് ഫ്രണ്ട്സ്. ഈ കാണുന്ന പോലെ ഒന്നല്ല, സാധാരണ ഇവിടെ കിടന്ന് എന്തെല്ലാം കാണിക്കും. പിന്നെ നീ എന്തുവാടാ അവിടെ കാണിക്കുന്നത്? നീ ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാടാ. ഇവിടെ ക്യാമറ വെച്ചാൽ അയ്യോ അതെനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഭയങ്കര വിറ്റായിരിക്കും ഫ്രണ്ട്സ്. പിന്നെ ഒരു ദിവസം 100 വട്ടം അണ്ണേന്ന് വിളിച്ചു. ഞാൻ ഒരു ദിവസം എവിടെയെങ്കിലും പോകുമ്പോൾ അണ്ണനെ എൻ്റെ വിളി ഇല്ലാതിരിക്കണം. അന്നേരം അണ്ണന് വിഷമം മനസ്സിലാവും. ഞാൻ വിഷമമായിട്ടല്ലോ പറഞ്ഞു. ശരി. നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോ? നോ. ചേച്ചി ഒരു ടാസ്ക് തരാം. ചേച്ചി അണ്ണന് ഇഷ്ടമുള്ള ഫുഡ്, പ്ലേസ്, ഫോൺ, വീഡിയോ എക്സെട്ര അത് ചേച്ചി പറയണം. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഫുഡ്, പ്ലേസ്, ഫോൺ, വീഡിയോ എക്സെട്ര അത് അണ്ണൻ പറയണം. ലവ് യു മുത്തുമണീസ്. നമ്മൾ പറഞ്ഞു പോയിടി. സോറിയടാ, കാരണം ആദ്യം നമ്മൾ അല്ലാതെ പറഞ്ഞു പോയി. ടാസ്ക് ആയിട്ട് ഇത് ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ, അല്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അതെല്ലാം പറഞ്ഞു പോയല്ലോ.
ആദിക്കാട്ടുകുളങ്ങരയിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആദിക്കാട്ടുകുളങ്ങരയാണ് സ്ഥലവും. ആദിക്കാട്ടുകുളങ്ങര എൻ്റെ അമ്മയുടെ നാടാണ്. എൻ്റെ അമ്മ ജനിച്ചു വളർന്ന നാട്. അമ്മയെ കല്യാണം കഴിച്ചുകൊടുക്കുന്നതാണ് ഇങ്ങോട്ട്. അവിടെ അമ്മയുടെ സഹോദരങ്ങളുണ്ട്, അവരുടെ ഭാര്യമാര്, മക്കള് എല്ലാവരും ഉണ്ട്. അവരാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സാച്ചി എന്നൊക്കെ പറഞ്ഞ് വരാറില്ലേ, വീഡിയോ ഇടലല്ലേ അത്. ഇത്ത യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും വന്നിട്ടുള്ള മാറ്റം എന്താണ്? യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അധികം സംസാരിക്കത്തില്ലായിരുന്നു. പണ്ട് ഞാൻ ഇവിടെ ലൈൻ അടിക്കുന്ന സമയത്തൊന്നും വലുതായിട്ട് സംസാരിക്കും. അതുമല്ല, ഈ സൗണ്ടൊന്നും അല്ലായിരുന്നു, ഒരു അടഞ്ഞ സൗണ്ടായിരുന്നു. ഞാൻ അതേ സമയം ഇപ്പം എന്നെ മുമ്പിലിരുത്തി ഒരാൾ കളിയാക്കി എന്ന് വിചാരിച്ചോ, ഞാൻ ചിരിച്ചോണ്ട് അത് കേട്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കും, വിഷമിക്കും, അണ്ണൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ ചെയ്യും. പക്ഷേ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. ഇല്ലേ അണ്ണേ? ആണ് മുത്തുമണി, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവക്ക് എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പല കഴിവുകളും കിട്ടിയത്. നേരത്തെ മന്ദബുദ്ധിയായിരുന്നു. പഴയ ലൈഫിൽ നിന്നും യൂട്യൂബ് ആയപ്പോൾ ക്യാമറ ഫെയർ ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ പണ്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനെ ആദ്യമായിട്ട് എനിക്ക് വ്ലോഗ് എടുത്തിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് ഹായ് ഫ്രണ്ട്സ് എടാ ഒരു മിനിറ്റ് ഇങ്ങനെ പറയും. അപ്പം അവനങ്ങ് 10 ആകുമ്പോൾ അവൻ ഭ്രാന്ത് വരും. എന്തുവാ എൻ്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് എത്ര കട്ടിങ്സ് വരും നോക്കിയാൽ മതി. ഞാൻ ഹായ് ഫ്രണ്ട്സ് എന്നിട്ട് പറയാനുള്ളത് മറന്നു പോകും. അടുത്തത് പറയും. വീഡിയോ എടുക്കുന്ന ആള് നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ അതിന്റെ കൂടെ നെഗറ്റീവും കൂടെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇല്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് അന്ന് അറിയത്തില്ലല്ലോ, ഞാൻ വലിയ സംസാരിക്കത്തില്ലല്ലോ. നീ എടുക്കുന്ന ആൾ ആരായാലും ദേഷ്യം വരും. അങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം. അത്രയും ടെൻഷൻ അടിക്കുമ്പോഴും പുറമേയുള്ള കുഴപ്പമില്ല, പറയാറില്ല. അവ അങ്ങനെ എൻ്റെ കുറേ കട്ടിങ്സ് ആയിട്ട് ചേർത്ത് വെച്ച വീഡിയോസ് ആയിരുന്നു അത്. ഇപ്പം എനിക്ക് അതെല്ലാം അങ്ങ് മാറി. ഏത് വീഡിയോ ആയാലും ഏത് നടുറോഡിൽ നിന്ന് ആര് വീഡിയോ ഇട്ടാലും ഞാൻ നല്ല കൂളായിട്ട് നിൽക്കും. പിന്നെ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും ഞാൻ ഇപ്പോഴും ഞാൻ തന്നെയാണ്. കാരണം അണ്ണൻ എന്നോട് ചിലപ്പോഴൊക്കെ എന്നെ ഉപദേശിക്കും. ചില സംഭവങ്ങളിൽ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്നും ഉപദേശിക്കും. ഞാൻ പറയുന്ന രീതി ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും അതെ, ഇപ്പോഴും അണ്ണനെ ഉപദേശിക്കും. അണ്ണൻ പറയും നീ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടണം, ചില ആൾക്കാരോട് ഓവറായിട്ട് അടുക്കാൻ പാടില്ല, പിന്നെ നീ ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല, നിന്റെ വില കളഞ്ഞ് ഇങ്ങനെയൊക്കെ എന്നെ ഉപദേശിച്ചാലും ഞാൻ ഇച്ചിരി നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് മറന്നുപോകും. ഞാനങ്ങ് വല അവരെന്നെ കുറച്ച് നാൾ യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പഴയ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് രണ്ടുപേരെ കിട്ടിയാലും ആ പഴയതെല്ലാം അങ്ങ് മറക്കും. എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ കൂടെ ഇപ്പം സംസാരിക്കുമ്പോൾ ഒന്നും എപ്പോഴും കൂടെ കാണാറില്ലല്ലോ. 2-3 മണിക്കൂറൊക്കെ, ചിലപ്പം 10 മണിക്കൂറൊക്കെ സംഭാഷണം ചിലപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് 12 മണിക്ക് വരെ ഇവിടെ നിൽക്കത്തില്ല. ഇന്നലെ ഞാൻ ഒരാളോട് പുതിയതായിട്ട് സംസാരിച്ചോണ്ട് സാധാരണ പറയാം സാലേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അനുഭവം കഴിഞ്ഞതേ ഉള്ളൂ, വേണ്ട എന്ന്. അല്ല, സംസാരിക്കണം ആവശ്യത്തിന്, അനാവശ്യമാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. പെട്ടെന്നാവട്ടെ, സമയമില്ല. ഞാൻ ഇത്തവണ മിക്ക ഇതിലും ക്വസ്റ്റ്യൻസ് ഇടും. എങ്കിലും പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയും ഫാനാണ് ഇത്ത. എനിക്ക് ഇത്തായിട്ട് സുഖമാണോ? ക്വസ്റ്റ്യൻ: ദി മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ദാറ്റ് ദി വിസിറ്റ് ഇൻ യുവർ ലൈഫ്? സൗദി അറേബ്യ. ദി ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് അണ്ണൻ? ഷാജാനിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അണ്ണൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ അണ്ണേ? ചുമ്മാ ഫ്രണ്ട്സ്, ഷാജാനിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തുവാ, അണ്ണൻ നന്നായി നോക്കും. ആരും ഇല്ലാതെ പറഞ്ഞുതരാം. ഷാജാനൻ അണ്ണ ഇപ്പൊ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ ഇവിടെ നല്ല കൂളായിട്ട് ഭയങ്കരമായിട്ട് അണ്ണനെ ഓക്കെ പറയും. പക്ഷെ അണ്ണ ഞാൻ പറയുന്നില്ല. അണ്ണ ക്യാമറയുടെ പുറകിൽ പോയില്ല. പിന്നെ നോക്കട്ടെ മുത്തേ, എല്ലാം ഒരേ ഒരു സാലിക്ക് മറക്കാൻ പറ്റാത്ത മൂമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, ഈ മക്കളുടെ കാര്യം, പിന്നെ ഞങ്ങൾ ഒക്കെ ഉള്ള സന്തോഷം. കുറേ ഞാൻ വിഷമിച്ചിരുന്ന ചില സമയങ്ങളുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ
പക്ഷെ അണ്ണൻ ആ സമയത്തൊക്കെ എന്നെ ഓർത്ത് വരും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. കാരണം അണ്ണൻ അത്രയും തിരക്കാണെങ്കിൽ എന്നെ ഓർത്തല്ലോ എന്നുള്ളൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ സാഹചര്യം ഒന്നും പറയുന്നില്ല, ആ ടൈമിൽ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു സിനിമ ഓടുന്ന പോലെ ചിലപ്പോൾ ഓടും. പിന്നെ 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 ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമില്ലടാ. കാരണം ഈ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുക. ഇപ്പം ഉദാഹരണം പറയാം, ഈ ഫോൺ ഞാനിപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ ഞാൻ എടുക്കുന്നത് ആരെങ്കിലും വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് അധികം ഫോൺ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ സിനിമയൊക്കെ കാണും, എന്നാലും ഒരുപാട് നേരം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഞാൻ കൂടുതൽ വോയിസ് മെസ്സേജ് ആണെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്തിരിക്കാനോ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അധികം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈഫ് എപ്പോഴും ഒന്നിച്ച് വേണം ഒക്കെ. ഞാൻ ഇപ്പം അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അണ്ണ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പിടിച്ച് അവിടെ ഇരുത്തും. അണ്ണ അതൊന്നും അരിഞ്ഞതാണ്, ഇതൊന്നും ആക്കിത്താണ്ട്. കാരണം എപ്പോഴും വെറുതെ ഞാൻ ഇരിക്കാൻ പാടില്ല, എപ്പോഴും പാടില്ല, എൻ്റെ കൂടെ ഇരിക്കാവൂ. എനിക്ക് അതാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമില്ല മുത്തേ. എന്തോ ജോലി? ഇതൊക്കെ തന്നെ ജോലി. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ക്യൂ ആൻ അങ്ങ് ചെയ്യാൻ. പിന്നെ എല്ലാം ഒരേ ക്വസ്റ്റ്യനാ മുത്തുമണീസ്. ഇല്ലില്ല, വിശക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും മുത്തേ. നമുക്കെല്ലാം പറഞ്ഞു തീർക്കണം. നിങ്ങൾക്ക് ആദ്യമായി കണ്ടുമുട്ടിയ ഏത് സാഹചര്യത്തിലാണ്? അണ്ണനെ ഓർമ്മയുണ്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടെന്ന് പറയാൻ? അങ്ങനെ അറിയത്തില്ല, നമ്മൾ ഒരേ നാട്ടിലോ വീടുകൾ തമ്മിൽ കുറച്ച് ഇതേ ഉള്ളൂ. ഇപ്പൊ കൊച്ചുനാൾ മുതലേ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ പ്രണയമില്ലല്ലോ. അതെ, ഒരേ ക്ലാസ്സിലായിരുന്നു ഇരുന്ന് പഠിച്ചത്. പക്ഷെ എനിക്ക് അണ്ണനെ ഓർമ്മയില്ല, പള്ളിയിൽ പഠിച്ച അണ്ണനെ എന്നെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. ഇതിന് സ്കൂളിൽ പള്ളിയിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പാവം പിടിച്ചൊരു കൊച്ചായിരുന്നു, ഒതുങ്ങി മൂലയിലങ്ങി. ഇപ്പോഴാണ് അണ്ണൻ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് അങ്ങനെ പടച്ചവന്റെ ഒരേ ഇതേ ഇല്ല, സത്യം വിചാരിച്ച ഇതായിരുന്നു ഭർത്താവാകുമ്പോ കല്യാണം കഴിക്കുന്ന മക്കളുടെ. അപ്പൊ ആദ്യമായിട്ട് കണ്ടതെന്ന് പറയാൻ അറിയത്തില്ല, കുഞ്ഞുനാൾ പോലെ കാണുമല്ലേ, നമ്മൾ അടുത്ത് ഉള്ള ആള് കാണുന്നു. പിന്നെ പ്രണയം തോന്നിയ നിമിഷവും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലേ, എപ്പോഴൊക്കെയോ ആന്ന് അങ്ങനെ 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 എങ്ങനെയൊക്കെയോ അങ്ങ് തോന്നി ഫ്രണ്ട്സ്. അങ്ങനെ ആ നിമിഷം എന്ന് പറയാനില്ല, സിനിമയിലൊക്കെ കാണുന്നല്ലോ അങ്ങനെ ഒരു നിമിഷമില്ല. എന്തോ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ അണ്ണൻ എന്നുള്ള വിളിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടും പുറത്ത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതായത് ഈ നമ്മുടെ ഇങ്ങോട്ട് തെക്കോട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അങ്ങനെ സംസാരിക്കാറുള്ളത് അണ്ണൻ, അക്ക, അത്താമ്മ. അപ്പൊ ഈ കൊച്ചുനാള് തൊട്ടേ എന്നെ അണ്ണൻ എന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞപ്പോ കുറെ പേരൊക്കെ അണ്ണന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കി, പക്ഷേ ഇത് മാറ്റി അങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ എനിക്ക് വർഷം നമ്മള് വിളിച്ചതായിട്ട് അണ്ണൻ എന്ന് വിളിക്കുന്നത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറയുമ്പോഴാണ് ഇക്ക പെട്ടെന്ന് ഇക്കാന്ന് വിളിക്കുമ്പോ നമുക്ക് എന്തോ ഇറിറ്റേഷൻ തോന്നും. അതുപോലെ എനിക്ക് പറ്റത്തില്ല, ആ വിളിയിൽ എനിക്കൊരു സ്നേഹം പറ്റത്തില്ല. എന്റെ പെങ്ങളും നമ്മളെ അളിയനെ വിളിക്കുന്നത് അണ്ണൻ. അതെ, ഒരുപാട് പേര്. സാച്ചി സാലിയുടെ ആരാണ്? അണ്ണന്റെ സ്വന്തക്കാരിയാണോ അതോ സാലിയുടെ ബന്ധമാണോ? സാച്ചി ആണെന്നുണ്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയുടെ ചേട്ടന്റെ മോളാണ് സാച്ചി, മാമാടെ മോള്. സാച്ചി കാണുന്നുണ്ടോ? സാച്ചി കാണുന്നുണ്ടോ? വിശദമായിട്ട് വല്ലതും പറയണോ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കിച്ചൺ ടൂർ കാണിക്കാമോ? അത് പിന്നെ കാണിക്കാം. അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാണിക്കാനായിട്ട് ഐറ്റംസ് വേണ്ടേ? നമുക്കൊരു എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം തട്ടിക്കൂട്ടാം. വേറെ വീഡിയോ കാണിക്കാം. സാലിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാറുണ്ടോ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും? കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് ഡയമണ്ടിന്റെ മോതിരം ഇട്ടു തുടങ്ങി. നീ എന്തിനാ അലമാരി വെച്ചോണ്ടിരിക്കുന്ന? അണ്ണ ഇന്നാൾക്ക് പണ്ട് കൊലുസ് അതൊക്കെ ഞാൻ എടുത്തങ്ങ് ഇട്ട്. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഈ കൈ കിടന്നൊരു മോതിരം, അത് പിന്നെ എന്താ വെച്ചാൽ 1.5 ഗ്രാം കണ്ടുള്ളായിരുന്നു കേട്ടോ. അതങ്ങ്
ചണങ്ങി അങ്ങ് ഒരു പരുവായി, പാത്രമൊക്കെ കഴുകുമ്പോൾ കേട്ടോ. അങ്ങനെ ഞാൻ ഊരി വെച്ചു. പക്ഷേ എനിക്ക് മോതിരം ഭയങ്കര ഇഷ്ടമാണ്. ഈ കയ്യിൽ 2 ഈ കയ്യിൽ 2 വേണം. അങ്ങനെ ആ ചണങ്ങിയ മോതിരം എടുത്തിട്ട് ഇത് ഞാൻ ഇട്ടിട്ടില്ല. അതാണ് അണ്ണൻ പറയുന്നത്. കാരണം എവിടെയെങ്കിലും കല്യാണമൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് എനിക്ക് പേടിയാണ് ഇതിൻ്റെ കല്ലായി പോകും, അങ്ങനെയൊക്കെ എടുത്തിട്ട്. ഇപ്പം ഈ കൈ കിടന്ന മോതിരം ചണങ്ങി പന്നലായപ്പം ഞാൻ അത് ഊരി വെച്ചപ്പോൾ ഇതെടുത്തിട്ട്. ഇത് ചണങ്ങത്തില്ല, നല്ല കട്ടിയാണ്. പാത്രമൊക്കെ കഴിയുമല്ലോ, അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം അങ്ങ് കിട്ടാറൊക്കെ ഉണ്ട്. പിന്നെ അണ്ണൻ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ സാധനം കൊണ്ടുവരും. അതൊന്നും എന്നോട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും വേണം, ഞാൻ പറയും എനിക്ക് അവിടെ ഗൾഫിലേക്ക് അണ്ണൻ എനിക്ക് ബർത്ത്ഡേക്ക് ആദ്യം ഒരിക്കൽ കൊലുസ് കൊടുത്തു വിട്ടു, പിന്നെ ഒരിക്കൽ കൊലുസ് ഒരു ചെറുക്കൻ്റെ കൊടുത്തു വിട്ടു. പിന്നെ വന്നപ്പോൾ എനിക്ക് മാല കൊണ്ടുവന്നു. കുഞ്ഞുങ്ങൾക്കായാലും ഇഷ്ടംപോലെ ഗോൾഡ് ഐറ്റം ഒക്കെ ആണ് ഇഷ്ടം പോലെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പ്രവാസി അല്ലാത്തതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരുപാടുണ്ട് മുത്തേ. പിന്നെ നമ്മളെ തളർത്തിയ ഒരു അനുഭവം, ഇഷ്ടം പോലെ ഞാൻ ഒരു ബുക്കിൽ എഴുതി തരാൻ പൊന്നേ, എനിക്ക് വെയ്യേ. ഇപ്പോഴും പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ. എൻ്റെ നെയിം സബീല. എനിക്കൊരു ഹായ് തരുമോ? അന്നെ ഒരു ഹായ് ഉടനെ. സബീല ഇത്താണോ അനിയത്തിയാണെന്ന് അറിയത്തില്ല, എന്നാലേ ഹായ്. എൻ്റെ 10ന്റെ പിന്നെ റിസൾട്ട് പറയാമോ? അപ്പൊ ഞാൻ അതി അപ്പൊ തന്നെ കമന്റ് കൊടുത്തിട്ടുണ്ട്, എന്നെ അങ്ങ് കൊല്ല്. അയ്യോ ഞാൻ അടിക്കൂല കാണിക്കാൻ. ഒരുപാട് വലിയ മാർക്കൊന്നുമില്ല, തീരെ കുറവല്ല, ഒരു മീഡിയം ലെവൽ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ പൊങ്ങച്ചത്തിന് വേണ്ടി നമ്മൾ എന്തല്ല പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെന്ത് സത്യമായിട്ട് നേർവഴി തന്നെ മുന്നോട്ട്. എൻ്റെ 10ന്റെ റിസൾട്ട് ഷാദാനാണ് നോക്കിയത്, ഓർക്കുന്നോ? ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അണ്ണനാണ് എൻ്റെ 10ന്റെ റിസൾട്ട് ഒക്കെ നോക്കിയത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഫോണിൽ കൂടെ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കാണാറുണ്ടായിരുന്നു. ഇത്താടെ വീട്ടിൽ വെച്ചുള്ള വീഡിയോസ് ഇപ്പോൾ വ്യത്യാസമുണ്ട്. അന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും തമ്മിൽ ഇത്താക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുത്തേ, അല്ലല്ല, അന്ന് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. ഭയങ്കര ഒരു പേടിയോടൊക്കെയാണ് വീഡിയോസൊക്കെ ചെയ്തത്. പക്ഷെ ഇന്നിപ്പോൾ സംസാരിക്കാൻ ഒരു പേടിയില്ല. എന്താ പറയാ, ക്യാമറ ഓണാക്കുമ്പോൾ എനിക്ക് ഭയമില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിന്നെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തെറ്റുകൾ വരാറില്ല. പണ്ടെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ തെറ്റും മറന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ എനിക്ക് കണ്ടിന്യൂസ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ശീലം വീടൊക്കെ, അതായത് ചില ഭാഷയിൽ ഇപ്പൊ പൊറോട്ടയ്ക്ക് പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അത് നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നതാണ്. ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുത്തേ. ഇതിപ്പോ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് പേര് ഓരോ കണക്കത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടില്ല ഈ ചാനലിന്റെ ഹൈലൈറ്റ് തന്നെ മുത്തുമണി എന്നുള്ള വിളിയാണ്. അങ്ങനെ വിളിക്കാനുണ്ടായ കാരണം എന്താണെന്ന് സത്യം പറഞ്ഞാൽ ചിലവരൊക്കെ വലിയ തുച്ഛമായ ആൾക്കാര് ഇന്നലൊക്കെ ഒരു കമന്റ് ഇട്ടായിരുന്നു, മുത്തുമണിന്ന് കേൾക്കുന്നേ ഇഷ്ടമല്ലെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്നത് തന്നെ മുത്തുമണി എന്ന പേരില്ല. ഞങ്ങൾക്കത് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്കത് മാറ്റാനും പറ്റത്തില്ല. അതെ, ഇത്താക്ക് നാട്ടിൽ എന്താണ് ജോലി? ഇത്താക്ക് ഹോൾസെയിൽ ബിസിനസ്സുകൾ ഒക്കെ, അങ്ങനെ സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നെയ്സിന്റെ പണിക്ക് ഇനി പൊക്കൂടി? പൊന്നൂസും മോനൂട്ടനൊക്കെ വലുതായില്ലേ? സ്വന്തമായിട്ട് ജോബ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പോവാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളെന്ന്. എനിക്കിപ്പം മടിയാടാ, കാരണം ഞാൻ പഠിച്ചതിൽ പല കാര്യങ്ങളും മറന്നുപോയി. അത് ഇനി ചെന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് പനി വന്ന അണ്ണൻ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ ഇതൊക്കെ മറന്നുപോയി. ഇനിയിപ്പോൾ ഒരു ജോലിക്ക് പോയാലും നമ്മൾ ട്രെയിനിങ്ങിന് നിൽക്കണം. പിന്നെ ഒന്നുകൂടെ ഒക്കെ അതൊന്ന് പഠിച്ചൊക്കെ എടുത്തിട്ടൊക്കെയാണ്. എനിക്ക് ഇപ്പം പോകാൻ ഇഷ്ടമില്ല. അണ്ണൻ്റെ അതെ, അണ്ണന് ഇഷ്ടമാണ്. അണ്ണനെ തള്ളി വിടും വേണമെങ്കിൽ, പൊക്കോന്ന് പറയും. എനിക്ക് ഇപ്പം വലിയ മടിയാണ് കേട്ടോ. അണ്ണന്റെ ഫുൾ നെയിം എന്താണ് പറഞ്ഞുകൂടെ? ഷാജഹാൻ റഹീം. മക്കളെ എന്താക്കാനാണ് താല്പര്യം? ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. ഞാൻ പൊന്നൂന് നമ്മളിപ്പോ ആരെ അടിച്ചൊന്നും എന്റെ ഇപ്പോഴേ പറയുന്നുണ്ട് പോലീസ്, പൊന്നു പറയും ഡോക്ടർ ആവണം. പക്ഷെ ഇതായിരിക്കത്തില്ല അവര് വളരെ. പിന്നെ
അവർ മാന്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമുക്കത് സാധിച്ചു കൊടുക്കാം. അല്ലാതെ ഇപ്പോഴേ എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ എഞ്ചിനീയറും ഡോക്ടർമാരെ കാണുക അല്ലേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ വേണ്ടേ. അപ്പം ഞാൻ പറയാറുണ്ട്, പൊന്നു പഠിക്കണം, നല്ല ജോലി മേടിക്കണം എന്ന്. പക്ഷെ അണ്ണനോട്, പൊന്നൂസിനോട് അങ്ങനെ ഒത്തിരി ഒന്നും പറയില്ല. അണ്ണനോട് ഞാൻ പറയും, നമ്മുടെ ഒന്നും സാഹചര്യം പോലെ അറിയില്ല. ഞാനൊക്കെ വളർന്നപ്പോഴേ 18 തികയുന്നതിന് മുമ്പേ ഓരോരുത്തരും ചോദിച്ചു വരും, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം വരും. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയും, സ്വന്തമായി ഒരു ജോലി, അതിനുശേഷം 28 വയസ്സായാലും നമുക്ക് പെൺപിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കാം. അല്ലാതെ ഈ 18 മുട്ടയെന്ന് വിരിയുന്ന പോലൊന്നും അല്ല. ഞങ്ങൾ ഒരിക്കലും പൊന്നുവിനെ അങ്ങനെ കെട്ടിക്കത്തില്ല. അല്ല, നമ്മുടെ സമുദായത്തിൽ തന്നെ ഇപ്പോൾ 10-18 വയസ്സാകുമ്പോഴേ ആൾക്കാർക്ക് വെപ്രാളമാണ്, എങ്ങനെയെങ്കിലും കെട്ടിച്ചു വേണം. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കെട്ടിച്ചു വിട്ട പലവരും ബന്ധത്തിലായാലും ഇപ്പോഴും അല്ലയോ ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല പഠിക്കുന്ന പിള്ളേരായിരിക്കും, പക്ഷെ അവർക്ക് ഇപ്പം 18 വയസ്സ് കഴിയുമ്പോൾ എങ്ങനെ കെട്ടിക്കണം എന്നുള്ള ചിന്ത വരുമ്പം അവർ അവിടെ വെച്ചങ്ങ് നിർത്തുക പഠിത്തം. പിന്നെ കല്യാണം കഴിച്ച് ചിലപ്പോൾ ആ നല്ലൊരു ജീവിതം ആയിരിക്കത്തില്ല എങ്കിൽ അവർ ലൈഫ് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ പോയി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-25 വയസ്സ് വരെ അവർ പഠിച്ച് എന്തെങ്കിലും ജോലി ആയതിനു ശേഷമേ കല്യാണം കഴിക്കാവൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ആശ്രയിച്ച്, ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഹസ്ബൻഡിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. നമുക്ക് എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആയില്ലെങ്കിൽ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ പോസിറ്റീവ് അല്ലല്ലോ നെഗറ്റീവ് അല്ല നോക്കുന്നുണ്ട്. ബാക്കി ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഒരേ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫുഡ്, ഫേവറേറ്റ്, ഇത്, ഏജ്, പൊന്നൂസിനെ, മോനോടനെയും പ്രായം, അതൊക്കെ കൂടുതലും സെയിം ആണ്. ഇങ്ങനെ ഞാൻ ഓടിച്ചു നോക്കി. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എന്റെ വായിച്ചില്ലെന്നല്ലടാ, ഒരേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഇത്ര ഷോ ഓഫ് ആണോ? ഷോ ഓഫ്, ഞാൻ ഭയങ്കര ഷോയാണല്ലോ. എനിക്ക് അങ്ങനെ ഞാൻ പറയത്തില്ല മുത്തേ, നമ്മളൊരാളെ കണ്ടത് കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവരെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് മിക്കതും വിഷമം. എന്നെ പെട്ടെന്ന് ആർക്കും വെളിയിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ ചിലപ്പം ഇവളിങ്ങനെ തമാശ ഇത് കാണിക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ വിലക്കും ഞാൻ പറയും. പക്ഷെ ഇവക്ക് അത് ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. എനിക്ക് പെട്ടെന്ന് സങ്കടം അങ്ങനെ വരുന്നയാ. ഞാനിപ്പം അണ്ണൻ അങ്ങനെ പറഞ്ഞെന്ന് പറയും, കുറച്ച് നേരം എനിക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് എന്നിലോട്ട് തന്നെ, എൻ്റെ ആ ഇതിലോട്ട് തന്നെ പോകും. ഇപ്പം നമുക്ക് പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാളെ കണ്ടാലും ഞാൻ നല്ലപോലെ സംസാരിക്കും. അവരുടെ ജീവചരിത്രം വരെ ഞാൻ ഇങ്ങോട്ടും പറയും. ഞങ്ങളന്ന് എറണാകുളത്ത് പോയതിൻ്റെ അന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മള് വീഡിയോ കാണിച്ചില്ല, ലുലുമാളി കയറിയായിരുന്നു. പിള്ളേർക്ക് നിർബന്ധമായിരുന്നു. മാളി കയറി ലിഫ്റ്റിലാണെങ്കിൽ ഒരു 10-15 പേരുണ്ട്. ഇവരുടെ അടുത്തിട്ട് അണ്ണേ നോണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ അടുത്ത് വരുന്ന ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഞാൻ അണ്ണന്റെ തോളി വീഴുന്നതിനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല. എനിക്ക് രാവിലെ ഇവിടുന്ന് നിങ്ങൾ വ്ലോഗ് കണ്ടേ 5:45 നമ്മൾ ഒരുങ്ങാൻ തുടങ്ങിയതാണ്. അവിടെ 5 മണിക്കൂർ യാത്ര ചെയ്ത് എറണാകുളത്ത് പോയി സാരിയൊക്കെ കൊടുത്ത് തിരിച്ച് രാത്രി 3 കയറും ലുലുമാളി കയറി കളിപ്പിക്കാതെ. അങ്ങനെ ലുലുമാളി കയറിയൊന്നും നമ്മൾ വ്ലോഗിൽ എടുത്തില്ല. പക്ഷെ അന്നേരം എനിക്ക് ഹീല് ചെരുപ്പ്, എൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ അവിടെ തൊലി മുറിഞ്ഞിരിക്കണം കണ്ട് ആ ചെരുപ്പിട്ട് ചെരുപ്പ് കുറച്ചു നേരം ഊരിയായ ഗെയിമിൽ കയറിയപ്പോ ഞാൻ നോക്കിയപ്പോ ഇവിടെ കാലി ചെരുപ്പില്ല. അത്രയും ഒരുങ്ങി കെട്ടിയിരിക്കുമ്പോ കാലി ചെരുപ്പില്ല. ഞാൻ ചെരുപ്പ് കുറച്ച് മൂലയിലോട്ട് മാറ്റിയിട്ടിട്ട് നിന്ന്. കാരണം എനിക്ക് അതേ ഹീല് ചെരുപ്പിട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നത്, നടുവും വേനടും. പക്ഷെ വേറെ ആൾക്കാരൊക്കെയാണ് വിചാരിക്കോ എത്ര വേനായാലും നാണക്കേടാ ആർക്കും കണ്ട. എനിക്ക് അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് നേരം കുഞ്ഞുങ്ങൾ ഓരോ ഗെയിമിലൊക്കെ അണ്ണൻ കയറ്റി കളിപ്പിക്കുവാണ്. അപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് വന്ന് മിണ്ടുമ്പോൾ ഞാൻ അവരോട് ആരാന്ന് ചോദിക്കത്തൊന്നുമില്ല. ഞാൻ എല്ലാം പറഞ്ഞ് എല്ലാ തമാശ എല്ലാം കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ അണ്ണനോട് ചോദിക്കണ്ടത് ആരായിരുന്നു. കാരണം നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു വിഷമമായാലോ എന്ന് ഞാൻ ചിന്തിക്കും. ഞാനിതൊരു വീഡിയോയിൽ പോലും ഒരാളെ ബാഡ് കമൻറ്റ് ഇട്ട് വിഷമിപ്പിച്ചിട്ടില്ല. പിന്നെ അതല്ല ആരെ വിഷമിപ്പിച്ചില്ല. പക്ഷെ അത് അലക്കുന്നതും ഇതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതൊരു ശരിയാണെന്ന്. എൻ്റെ ശരിയാണ്, ഞാൻ അങ്ങനെ ആണ്. അത് ചിലപ്പോൾ നമുക്ക് ഒരാളെ അറിയാത്തതുകൊണ്ട് നമ്മുടെ ശൈലിയില് നമ്മൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് എന്നും ഞാൻ എപ്പോഴാണ് എന്നോട് പറയാനുണ്ട് പുറത്ത് കാണുന്ന ചിരിയും കളിയും മനസ്സിൽ വേറെ ഇത്
അത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ പകുതി വെച്ച് അങ്ങ് നിന്ന് പോയിക്കോളും. ഞാൻ അണ്ണനോട് എപ്പോഴും പറയാണ്ട്, നമ്മൾ ആർക്കും പന്നൽ വരണമെന്നും ചിന്തിച്ചിട്ടില്ല, പന്നൽ ചെയ്തിട്ടുമില്ല. അങ്ങനെ നമുക്ക് ഉയർച്ചയെ വരുന്നു. പടച്ചവൻ ഇതുവരെ എനിക്ക് നല്ലതേ തന്നിട്ടുള്ളൂ. അത് എന്റെ മനസ്സുകൊണ്ട് തന്നെയാണ്. പടച്ചവനായിട്ടായിരിക്കും ചിലപ്പോൾ കാണിച്ചു തരുന്നത്. അതെ, ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് നീ അതിൽ നിന്നും മാറിക്കോ എന്നുള്ളൊരു സൂചനയാണ്. കാരണം നിനക്കത് ശരിയല്ല എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പല കാര്യവും, ഒരു കാര്യം എനിക്ക് വിഷമമായി ഇരിക്കുവാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കും അതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിവിടും. പക്ഷെ അതിലും നല്ലത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ കാര്യത്തിലെല്ലാം അങ്ങനെയാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പോൾ ആ വിഷമിച്ചത് ഏത് കാര്യം കിട്ടാത്തതിനാണോ അതിൻ്റെ ഇരട്ടി സന്തോഷം കിട്ടിയിട്ടുണ്ട്. ആദ്യം തടസ്സമായിരിക്കും. പക്ഷെ പിന്നെ അതെല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട്, നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയിച്ച് പോന്ന് പറയാനോ വിഷമിപ്പിക്കാനോ പോയില്ല. പക്ഷെ എല്ലാം ഇങ്ങോട്ട് വിഷമിപ്പിക്കാനൊക്കെ വന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് നല്ലതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുൾ ഹാപ്പിയാണ്. അടച്ചവൻ ഇതിലും നല്ലതൊക്കെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത്യം പറയാണ്ട് നമ്മൾ പിന്നെ പറയുന്നില്ല വെറുതെ. നമ്മളെന്തിനാ നമ്മൾ കാരണം വേറെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുള്ള സമയങ്ങളിൽ പോലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ശരിയാവും, നീ സമാധാനപ്പെട്, എല്ലാം റെഡിയാവും, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. അത് ശരിയായിട്ടുണ്ട്. ആദ്യം ഒരു വിഷമം തന്നാലും പിന്നെ അത് സന്തോഷമായിട്ട് മാറും. നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും വിഷമങ്ങളും വേണമല്ലോ, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, ആണല്ലോ ജീവിതം. അപ്പൊ നമുക്ക് ബൈ ബൈ. അപ്പൊ 3 മണി സ്റ്റാർട്ട് ആണ്. വിശന്നിട്ട് വയ്യ, പിന്നെ 1 മണിയായി. മനുഷ്യന് വയറിങ്ങനെ തെള്ളിയിരിക്കുന്നുണ്ടോ? വിശന്നിട്ടാണോ വയറ് തെള്ളുന്നത്? അത് ഇവിടെ വയറുണ്ട് കേട്ടോ. അപ്പോൾ 3 മണി സമയം നമ്മുടെ Q&Aയിൽ കുറേ ക്വസ്റ്റ്യനൊക്കെ വായിക്കാതെ പോയിട്ടുണ്ട്. അതെല്ലാം സെയിം ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ. നെഗറ്റീവും വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങളിടുന്ന ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഈ എണ്ണ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം 3 മണി ലവ് യു സോ മച്ച്. ബൈ ബൈ.